ഇന്ന് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് ഫീഡ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്സിഡൻ്റലി കണ്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. അതായത് അയാളൊരു ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിൽ ഒരു ഫ്ലൈറ്റിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആക്ടർ പൃഥ്വിരാജ് ആ ഫ്ലൈറ്റിലേക്ക് കയറി വന്നു. ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് എക്സൈറ്റഡ് ആയി ഇദ്ദേഹത്തെ കണ്ട്. പക്ഷേ ഇദ്ദേഹം എങ്ങനെ പ്രതികരിക്കും, സെൽഫി ചോദിച്ചാൽ ദേഷ്യപ്പെടുവോ, അദ്ദേഹം ടയർഡാണോ, ഇങ്ങനെയൊക്കെ സംശയമുള്ള കാരണം ആരും അദ്ദേഹത്തിനോട് സെൽഫി ഒന്നും ചോദിച്ചില്ല. അദ്ദേഹം 1-2 പേര് ചോദിച്ചു, അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സീറ്റിൽ പോയിരുന്നു. അദ്ദേഹം ഐ ബ്ലൈൻഡ്സ് ഒക്കെ വെച്ചിട്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് അദ്ദേഹം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം എയർപോർട്ടിലേക്ക് തിരിച്ച് ലഗേജിനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മനുഷ്യൻ അദ്ദേഹത്തിനോട് പോയി സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നടന്ന കാര്യങ്ങളാണ് സംഭവം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കാണാം. സിനിമ നടൻ പൃഥ്വിരാജിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്നും ബോംബെയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റിൽ വെച്ച് സച്ചിൻ ടെണ്ടുൽക്കർ തൊട്ടടുത്ത് വന്നിരുന്ന ഒരു സംഭവം വിവരിക്കുന്ന ഒരു വീഡിയോ. നമുക്ക് ആദ്യം വീഡിയോ കാണാം, അതിനുശേഷം ഒരു കഥ പറയാനുണ്ട്. കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്നപ്പോൾ ലാസ്റ്റ് പാസഞ്ചർ ആയിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ വന്നിട്ട് അടുത്തിരുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി ടെണ്ടുൽക്കർ ഫാനാണ്. എനിക്ക് ആക്ച്വലി സച്ചിൻ ഒന്ന് അടുത്തിരുന്നപ്പോൾ എനിക്ക് എന്ത് മിണ്ടണമെന്നോ ഒന്നും അറിയാതെ. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിൽ നിന്നൊരു പാസഞ്ചർ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബയോഗ്രഫി കൊണ്ടുവന്നിട്ട് സാർ എനിക്കൊരു ഓട്ടോഗ്രാഫ് തരണം ഇതിലെന്ന് പറഞ്ഞ് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു. ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒപ്പിട്ട് കൊടുത്തിട്ട് ആ പാസഞ്ചർ തിരിച്ചു പോയപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന് എന്നെ യാതൊരു പരിചയമില്ല, നേരെ തിരിഞ്ഞ് എന്റെ അടുത്ത് ദാറ്റ്സ് മൈ ബയോഗ്രഫി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഇന്ന് ഏർലി മോർണിംഗ് ഞാൻ വായിച്ചു തീർത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ബോംബെയിൽ ലാൻഡ് ചെയ്യുന്നവരെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അടുത്ത് സംസാരിച്ചു. എനിക്ക് 100% ഉറപ്പാണ് ഇന്ന് സച്ചിൻ ടെണ്ടുൽക്കറിന് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ തൊട്ടടുത്ത് വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പൃഥ്വിരാജ് പറയുന്നുണ്ട്. അതിനേക്കാളെല്ലാം അപ്പുറത്തേക്ക് തൊട്ടടുത്തിരിക്കുന്ന ഒരു പാസഞ്ചറോട് എത്ര മനോഹരമായിട്ടാണ് സച്ചിൻ പെരുമാറിയത് എന്നോട് പറയുന്നുണ്ട്. പൃഥ്വിരാജ് ആരാണെന്ന് ഒരുപക്ഷെ സച്ചിന് കൃത്യമായിട്ട് അറിയണമെന്നില്ല, ഒരുപക്ഷെ അറിയാമെങ്കിൽ കൂടിയും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു പാസഞ്ചർ എന്നുള്ള നിലയ്ക്ക് സച്ചിൻ പൃഥ്വിരാജിനോട് പെരുമാറിയത് എന്ന് പറയുന്നുണ്ട്. അപ്പം പൃഥ്വിരാജിന്റെ ഈ ഒരു വീഡിയോ കാണിച്ചിട്ടാണ് ഇദ്ദേഹം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഉണ്ടായിരുന്ന ഫ്ലൈറ്റിൽ അപ്രതീക്ഷിതമായിട്ട് പൃഥ്വിരാജ് വരുന്നതും പൃഥ്വിരാജിനെ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ ഒരിക്കൽ അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എത്തിഹാദിന്റെ ഫ്ലൈറ്റിലാണ് സ്ഥിരമായിട്ട് യാത്ര ചെയ്യാറുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മളുടെ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്ത് ബിസിനസ് ക്ലാസ്സിലേക്ക് കിട്ടും. അത് ലോട്ടറി കിട്ടുന്ന പോലെ വല്ലപ്പോഴും കിട്ടാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ടിക്കറ്റ് ബിസിനസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ പാസഞ്ചേഴ്സ് എല്ലാവരും കയറി വന്ന് ഏറ്റവും അവസാനം പൃഥ്വിരാജ് ഫ്ലൈറ്റിലേക്ക് കടന്നവരാണ്. അവിടെ എല്ലാവരുടെയും മനസ്സിലൊരു പൂത്തിരി പൊട്ടിവിടുന്നു. കാരണം നമ്മൾ ഒരുപാട് സിനിമകളിൽ കൂടെ കണ്ടിട്ടുള്ള ഒരുപാട് നല്ല ഗംഭീരമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ നമ്മുടെ തൊട്ടടുത്തേക്ക് കടന്നവരാണ്. ഞാൻ 4ാമത്തെ റോയിൽ സീറ്റിലാണ് ഞാനിരിക്കുന്നത്. ഏറ്റവും ഫ്രണ്ടിലെ റോയിൽ സീറ്റ് നമ്പർ 1D പൃഥ്വിരാജ് ഇരുന്നത്. ഞാൻ എപ്പോഴും കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ആൾ വന്നിരുന്ന സമയത്ത് കുറച്ച് ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി വന്നു. ആൾ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല, അവിടെ ഇരുന്നു. ആൾ കണ്ണിൽ ഒരു അടപ്പനൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങി. ഞാൻ കരുതി നമ്മൾ ആളെ പോയി ബുദ്ധിമുട്ടിയത് ശരിയല്ല, കാരണം അവർ എവിടെയെങ്കിലൊക്കെ ഷൂട്ട് കഴിഞ്ഞ് ട്രാവലൊക്കെ ചെയ്ത് വരുമ്പോൾ ടയർഡായിരിക്കും. ഉറങ്ങുന്ന സമയത്ത് പോയി വിളിക്കാനോ ഒരു ഫോട്ടോ എടുക്കാനോ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പോയി വർത്തമാനം പറയണം, വിശേഷങ്ങൾ പറയണം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം, ഫോട്ടോ എടുക്കണം, ഒരുപാട് ആഗ്രഹം ഉണ്ടായില്ല. കടക്കി പിടിച്ച് അവിടെ ഇരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആൾ കംഫർട്ടബിൾ ആകുമ്പോൾ നമുക്ക് പോയി ഫോട്ടോ എടുക്കാം, ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുമായിരിക്കും, ഒരു കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ഇരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ആളുടെ പുറകെ പോയി എമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാമറയും കൊണ്ട് ഫോണും കൊണ്ട് ആളുടെ അടുത്ത് ചെന്നൊരു ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചു. ആള് കൈ കൊണ്ട് ഒരു സ്റ്റോപ്പ് കാണിച്ചു. കാരണം തൊട്ടടുത്ത് വരണ്ട, ഇത്തിരി നീങ്ങി നിന്നാൽ മതി എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് കാണിച്ചു. ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സമ്മതിക്കില്ല, സോറി പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഇംഗ്ലീഷിൽ 2 ഡയലോഗും പറഞ്ഞു. എത്ര മനോഹരമായിട്ട് കൂടെ ഇരുന്ന് പൃഥ്വിരാജ് എന്ന പാസഞ്ചറോട് സച്ചിൻ ടെണ്ടുൽക്കർ പെരുമാറിയ കഥ പറയുന്ന പൃഥ്വിരാജ്, അയാളെ ഇഷ്ടപ്പെടുന്ന, അയാളുടെ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഒരു വഴിപോക്കൻ എന്നുള്ള നിലയ്ക്ക് പോലും ഒരാളോട് പെരുമാറുന്ന രീതി ഇതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്റർവ്യൂലൊക്കെ വലിയ വമ്പൻ ഡയലോഗുകൾ അടിക്കുന്ന പല ആളുകളും അവർ പറയുന്നതും അവരുടെ യഥാർത്ഥ പ്രവൃത്തിയും തമ്മിലൊന്നും യാതൊരു ബന്ധമില്ല. അവർ സിനിമയ്ക്ക് മുമ്പിൽ, അതായത് ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമല്ല, ക്യാമറയ്ക്ക് പുറകിൽ യഥാർത്ഥ ജീവിതത്തിലൊക്കെ അഭിനയിച്ച് മാത്രം, വെറുതെ ഡയലോഗൊക്കെ അടിച്ച് പറഞ്ഞു ഫലിപ്പിച്ച് അഭിനയിച്ച് മാത്രം നടക്കുന്ന ആളുകളായിട്ട് തോന്നിയിട്ടുണ്ട് കുറേ ആളുകൾ. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പറയുന്നത്, പല ആളുകളും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന പല ആളുകളുണ്ട്. അതുപോലത്തെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പൃഥ്വിരാജ് ആ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. സച്ചിൻ ഒരുപക്ഷെ ഇത് ഓർക്കുന്നുണ്ടാവില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് പൃഥ്വിരാജിന് പക്ഷേ ഈ ഒരു സംഭവം ഒന്നും ഓർക്കുന്നുണ്ടാവില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ്. പൃഥ്വിരാജ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ആ ഒരു മാറ്റി നിർത്തലാണ്. അപ്പോൾ ഇതാണ് സംഭവം. പൃഥ്വിരാജിന്റെ ആ ഒരു പെരുമാറ്റം പുള്ളിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാക്കി. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ
ദൂരത്ത് മാറി ഇന്ന് കാണുന്ന പോലെ ആയിരിക്കണമെന്നില്ല ഒരാളുടെ സ്വഭാവം. എന്തിനേറെ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലവർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലവറിനെ നിങ്ങൾ ദിവസവും ഫോൺ വിളിക്കുന്നു, ദിവസവും സംസാരിക്കുന്നു, ഏകദേശം നിങ്ങൾക്ക് അവരുടെ സ്വഭാവം അറിയാവുന്ന വരെ നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അത്രയും നാളും ഇല്ലാത്ത അവരുടെ ഒരു സ്വഭാവം നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്വഭാവം നിങ്ങൾ കണ്ടെന്ന് വരാം. ചിലപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇയാളുമായിട്ട് ഒത്തുപോകാൻ സാധിക്കില്ലെന്ന്. സോ നമുക്ക് ആരെയും പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർക്കെന്ന് പറയുന്നത് നമ്മൾ തികച്ചും ഒരു സ്ട്രേഞ്ചറാണ്, ഒരു അനോണിമസ് ഗായിയാണ്. നമ്മൾ ആരാണെന്ന് പോലും അവർക്ക് അറിയില്ല. അവർ നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. സോ അവരൊരിക്കലും നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന ആ ഒരു ഇഷ്ടം നമ്മളോട് തിരിച്ചു കാണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കേസല്ല ഞാൻ പറയുന്നത്, ഇദ്ദേഹം ഒരു സെൽഫി മാത്രമേ ചോദിച്ചുള്ളൂ. ഞാൻ പൊതുവെയുള്ളൊരു കാര്യം പറയുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നടനോട് ഒരു ആരാധന ഉണ്ടെങ്കിൽ ഓടിച്ചെന്ന്, ഇപ്പം നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ ഉണ്ട്, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ ആ നടൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളൊരു സ്ഥലത്ത് കിടന്നു, നിങ്ങൾ ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉമ്മ വയ്ക്കാൻ പോവുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യരാണ് അവരും. അപ്പം നമുക്ക് ഒരു പരിചയമില്ലാത്ത ഇയാൾ ആരാണ്, ഇയാൾ കള്ളക്കടത്തുകാരനാണോ, കള്ളനാണോ, കൊലപാതകയാണോ എന്നൊക്കെ ആർക്കറിയാൻ സാധിക്കും? അപ്പോൾ ഈ സിനിമാ നടന്മാർ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് നേരിടുന്നുണ്ട്. മാത്രമല്ല ചിലപ്പോൾ പല മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. ചിലപ്പോൾ ആരോടെങ്കിലും വിളിച്ച് വഴക്കുണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് പോകുമായിരിക്കും. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചു, നിങ്ങൾ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് വേറൊരാൾ വന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാന്നിരിക്കട്ടെ, നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? അപ്പോൾ സിനിമാ നടന്മാരും നമ്മളെ പോലെ തന്നെ മനുഷ്യരാണ്. പക്ഷെ അവർ കുറച്ചുകൂടെ പോപ്പുലർ ആയതുകൊണ്ട് സാധാരണ മനുഷ്യർ ഒരാളോട് കാണിക്കുന്ന എളിമയെക്കാളും കുറച്ചധികം എളിമയും കുറച്ചധികം അതിഭാവത്വവും എല്ലാം സിനിമാ നടന്മാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കും. കാരണം നമ്മൾ എത്രത്തോളം മുകളിലേക്ക് പോകുന്നു അത്രത്തോളം നമ്മളെ എളിമ കൂട്ടണമെന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരാളുടെ സിനിമ കാണുന്നു, അയാളുടെ സിനിമ എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരുപാട് സിനിമാ നടന്മാരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് സിനിമാ നടന്മാരെ അടുത്ത് കണ്ടിട്ടുണ്ട്. പല പല സിനിമാ സെറ്റുകളിലും എൻ്റെ മോഡലിംഗ് ടൈമിലും. അതുപോലെ തന്നെ എനിക്ക് ആദ്യം കുറച്ച് സ്ക്രിപ്റ്റ് എഴുതുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥ പറയാനായിട്ടും ഒക്കെ ഒരുപാട് സിനിമാ നടന്മാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ പല സ്ഥലത്ത് വെച്ച് കാണാറുണ്ട്. ഇൻഫാക്ട് ഋത്തിക് റോഷനെ വരെ ഞാൻ തൊട്ടടുത്ത് കണ്ടിട്ടുണ്ട്, ചെന്നൈ മാളിൽ വെച്ച്. ഏകദേശം ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ ഇങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റീസിനോടും ഒരു സെൽഫി എടുത്തോട്ടെ, അല്ല അങ്ങോട്ട് ഹെഡ് ചെയ്തിട്ട് ഹായ് എൻ്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടാനോ അവരെ ഡിസ്റ്റർബ് ചെയ്യാനോ ഞാൻ പോയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനേക്കാളും ഒക്കെ വലുതായിട്ട് കാണുന്ന, ഞാൻ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് കാണുന്നത് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഈ പറയുന്ന ആക്ടേഴ്സ് എല്ലാം നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ്. നമ്മളെക്കാളും ഒന്നും അവർക്ക് കൂടുതലില്ല, നമ്മളെക്കാളും ഒന്നും കുറവില്ല. അവർ അവരുടെ ജോലി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു. അവർ സിനിമയിൽ അഭിനയിക്കുന്നു, അതിനനുസരിച്ചുള്ള പ്രതിഫലം അതിനനുസരിച്ചുള്ള ഫെയിമും അവർക്ക് കിട്ടുന്നു. നമ്മൾ അത് പോയി കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരുന്നു. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നേക്കാം, എൻ്റെ പൈസ കൊണ്ടല്ലടാ നീ നടനായത്, എൻ്റെ പൈസ കൊണ്ടല്ലടാ നീ ജീവിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാത്തത്? അതൊന്ന് പറയാം. നിങ്ങളും ജീവിക്കുന്ന ആരുടെയൊക്കെയോ പൈസ കൊണ്ടാണ് നിങ്ങളും ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമാ നടനോട് നിങ്ങൾ പറയാണ്, ഞാൻ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട പൈസ കൊണ്ടല്ലടാ നീ ജീവിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബൈക്കിന്റെ ഷോറൂമിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊരു മനുഷ്യനെ വിളിച്ചിട്ട് അയാളോട് പറഞ്ഞ് അയാളെ കൊണ്ട് ബൈക്ക് എടുപ്പിക്കുന്നു. അപ്പോൾ അയാൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ബൈക്ക് എടുത്തെന്ന് പറഞ്ഞു. ഈ ബൈക്ക് എടുത്ത ആൾ അയാളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളോട് വന്നിട്ട് എൻ്റെ പൈസ കൊണ്ടല്ലടാ നീ ജീവിക്കുന്നത്, എൻ്റെ പൈസ കൊണ്ടല്ലടാ നീ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ആവും? അതുപോലെയുള്ളത്, നിങ്ങൾ ബൈക്ക് വിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതമാർഗമാണ്. നിങ്ങൾ അയാൾക്ക് വിറ്റു, അയാൾ മുടക്കിയ പൈസയ്ക്ക് അയാൾക്ക് ബൈക്ക് കിട്ടി, അതോടുകൂടി അത് കഴിഞ്ഞു. അല്ലാതെ അയാൾ ജീവിതകാലം മുഴുവൻ എൻ്റെ പൈസയ്ക്ക് അല്ലാതെ നീ ജീവിക്കുന്നതെന്ന് പറയാനുള്ള അധികാരം അയാൾക്കില്ല. അതുപോലെ തന്നെ നമ്മൾ സിനിമ കണ്ടു, നമ്മൾ കൊടുത്ത പൈസയ്ക്കുള്ള സിനിമ നമ്മൾ കണ്ടു, ആ സിനിമയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും പറയാം. അല്ലാതെ ആ സിനിമയിൽ അഭിനയിച്ച നടനോട് എൻ്റെ പൈസയ്ക്കല്ല, ഞങ്ങളുടെയൊക്കെ ടിക്കറ്റിൻ്റെ പൈസ കൊണ്ടല്ല നീ ജീവിക്കുന്നതെന്ന് പറയുന്നത് ലോകമണ്ടത്തരമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഏറ്റവും വലുതായിട്ട് കാണേണ്ടത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഇപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്കാണ്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. ഇദ്ദേഹം പൃഥ്വിരാജിനോട് ചെന്ന് ഒരു സെൽഫി ചോദിക്കുന്നു. അവരുടെ മുമ്പിൽ വെച്ചാണ് പൃഥ്വിരാജ് ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ പറയുന്നതെങ്കിൽ എത്രത്തോളം ഇദ്ദേഹം അവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെടുമ്പോൾ ആ വൈഫിനും കുട്ടിക്കും എത്രത്തോളം ഹേർട്ടാവും. സോ ഒരിക്കലും നമ്മൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളിക്കരുത്. നമ്മളും ഒരു മനുഷ്യൻ, അയാൾ നമ്മളെ പോലൊരു മനുഷ്യൻ. അയാൾക്ക് ചിലപ്പോൾ സൊസൈറ്റിയിൽ അയാൾ ചെയ്യുന്ന അയാളുടെ ഫെയിം ഒക്കെ വെച്ചിട്ടുള്ള ചെറിയ കൺസിഡറേഷൻസ് കിട്ടിയേക്കാം. പക്ഷെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഈ രാജ്യത്തുള്ള അവകാശങ്ങൾ മാത്രമേ അദ്ദേഹത്തിനും ഉള്ളൂ. നമ്മൾ അവരുടെ മുമ്പിൽ ചെറുതാണ് എന്നുള്ള രീതിയിൽ പെരുമാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു കാഷ്വൽ ടോക്കിൽ നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്നു, അങ്ങനെയുള്ളപ്പോൾ നമുക്കൊരു സെൽഫി എടുക്കാം എന്ന് ചോദിച്ച് ഒരു സെൽഫി എടുക്കാം, കുഴപ്പമില്ല. അല്ല നമ്മൾ അവരോട് ചെന്നൊരു സെൽഫി എടുത്തോട്ടെ എന്ന് അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ ഏറ്റവും വലുതായിട്ട് കാണേണ്ടത് അവരുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ്. അനാവശ്യമായിട്ട് ഒരാൾ നമ്മളെ അപമാനിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മെക്കിട്ട് കയറാനോ ഉള്ള അവസ്ഥ ഉണ്ടായി കൊടുക്കാതിരിക്കുക. ഇപ്പം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ജീവിക്കുന്ന ആളല്ല. എനിക്കിങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ തലയിൽ കുറേ ആശയങ്ങളൊക്കെ വരുമ്പോൾ അതെനിക്ക് ഷെയർ ചെയ്യാനുള്ളൊരു മീഡിയ ആയിട്ട് മാത്രമാണ് ഞാൻ ഈ യൂട്യൂബിനെ കാണുന്നത്. ഇപ്പോൾ എൻ്റെ മറ്റ് വരുമാനം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ 10% പോലും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല. ഇതെൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്, എൻ്റെ ഒരു സന്തോഷം, അതാണ് എനിക്ക് യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഈ ചാനലിൽ പൊതുവെ അങ്ങനെ
ഉള്ള ബുള്ളിങ്ങോ നെഗറ്റീവ് കമൻസ് ഒന്നും തീരെ കാണാറില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം കാണാറുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് വിടും. മാന്യമായിട്ടുള്ള വിമർശനങ്ങളും മാന്യമായിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും മാനിക്കുകയും അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആലോചിക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഉൾക്കൊണ്ട് തിരുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരുത്തുകയും ചെയ്യും. പക്ഷേ ചില കുരിപ്പുകളുണ്ട്, ചില ചൊറി പിടിച്ചവർ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പകൽ മുഴുവൻ ആരുടെയെങ്കിലും അണ്ടറിൽ പോയി വർക്ക് ചെയ്ത് അയാളുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ തെറിയൊക്കെ കേട്ടിട്ടായിരിക്കും രാത്രി വീട്ടിൽ വരുന്നത്. രാത്രി വീട്ടിൽ വന്നിട്ട് ഈ മൊബൈൽ ഓൺ ചെയ്യുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്ളോഗറുടെ വീഡിയോ വരുന്നത്. ഉടനെ അതിൻ്റെ അടിയിൽ ഉമാരി കയറിയിട്ട് അവനെ 2 തെറി വിളിക്കുമ്പോൾ രാവിലെ അവൻ അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ഫസ്ട്രേഷൻ ഈ പാവപ്പെട്ടവൻ ചുമ്മാ ഇപ്പം എൻ്റെ കാര്യമല്ല, ഏതെങ്കിലും ഒരുത്തൻ അവൻ്റെ ജീവിതമാർഗമായിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ട് ഇരിക്കുമ്പോഴായിരിക്കും ഇവൻ ചെന്നിട്ട് അവനെ അടപടലെ തെറി പറയുകയും അതുപോലെ തന്നെ അപമാനിക്കുകയും അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത കുറേ കമൻസ് ഇടുകയും അവനെ മെൻ്റലി ഹരാസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യമില്ല അങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇവനെ കുറേ അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ഇവൻ്റെ മറ്റവൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടും. എനിക്ക് കിട്ടിയല്ല, ഞാൻ വേറൊരാൾക്ക് കൊടുത്തു എന്നുള്ളൊരു ആശ്വാസം കിട്ടും. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു തരത്തിലുള്ള മാനസിക രോഗികളാണ്. ഇപ്പം എൻ്റെ വീഡിയോസിൽ ഞാൻ അങ്ങനെയുള്ള ഒന്നും സമ്മതിക്കാറില്ല. കാരണം വല്ലവൻ്റെ ഫ്രസ്ട്രേഷൻ എൻ്റെ തലയ്ക്ക് അടിച്ചിട്ട് അവനങ്ങനെ സമാധാനമായിട്ടിരിക്കേണ്ട. കാരണം ഒന്നെങ്കിൽ അങ്ങനെയുള്ള കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ ഫോഴ്സിൽ എന്തിന് ഞാൻ കമൻറ്റ് ഇട്ടു എന്നുള്ള രീതി അവൻ ചിന്തിക്കേണ്ട രീതി ഒന്നെങ്കിൽ ഞാൻ മറുപടി കൊടുക്കും, അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്ത് വിടും. കാരണം അങ്ങനെയുള്ളവന്മാരുടെ വ്യൂസ് എനിക്ക് വേണ്ട. കാരണം ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല. അത്യാവശ്യം മാന്യമായിട്ട് ചിന്തിക്കുന്ന കുറച്ചൊക്കെ മനുഷ്യത്വമുള്ള ആളുകളുടെ വ്യൂസ് മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ആയിരിക്കണം ഏറ്റവും വലുത്. അനാവശ്യമായിട്ട് ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ നമ്മൾ നിന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് മറ്റൊരാൾ പറയുന്ന തെറികൾ കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലാതെ ഒരാൾ അനാവശ്യമായിട്ട് നിങ്ങളെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് മാറിക്കളയുക, അല്ലെങ്കിൽ തിരിച്ചു പറയാൻ പറ്റുമെങ്കിൽ തിരിച്ചു പറയുക. അപ്പോൾ ഓരോ മനുഷ്യർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത്, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിൻ്റെയൊക്കെ പുറകെ നടന്ന് സെൽഫി ചോദിച്ച് ചിലപ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിക്കുകയെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഋത്തിക് റോഷനെ കണ്ട കാര്യം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് സെൽഫി ചോദിക്കാൻ കാര്യം അദ്ദേഹം എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. ഞാൻ കുഞ്ഞുനാൾ മുതൽ അദ്ദേഹത്തിനെ കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ തികച്ചൊരു സ്ട്രേഞ്ചറാണ്. സോ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നെങ്കിൽ അതെൻ്റെ സെൽഫ് റെസ്പെക്റ്റിനെ, എൻ്റെ ഈഗോയെ ഹേർട്ട് ചെയ്യും. സോ അത്രയും നാളും അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നൊരു ഇഷ്ടം അതോടുകൂടി പോകും. പിന്നെ അദ്ദേഹത്തിനെ കാണുമ്പോഴോ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുമ്പോഴോ എനിക്ക് ഈ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും ഓർമ്മ വരുന്നത്. അതെന്തിനാ, എനിക്ക് ഇഷ്ടപ്പെട്ട നടനാണ് വിക്രം. സോ ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ അഭിനയം ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഇഷ്ടമാണെങ്കിൽ അത് കണ്ട് എൻജോയ് ചെയ്ത് പോവുക. അല്ല അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറാനോ അതിനോടൊന്നും യാതൊരു തരത്തിലുള്ള താല്പര്യം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും സെലിബ്രിറ്റീസിനെ കണ്ടെങ്കിലും ഒരാളുടെ കൂടെ പോലും ഞാൻ നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ല. ഞാൻ ആകെ ജീവിതത്തിൽ ഫോട്ടോ എടുത്തിരിക്കുകയെന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു 20 വയസ്സൊക്കെ ഉള്ള സമയത്ത് എനിക്ക് കുറച്ച് സ്ക്രിപ്റ്റ് എഴുതുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു സ്ക്രിപ്റ്റുമായിട്ടൊരു സെലിബ്രിറ്റിയെ കാണാൻ പോയി. അതാരാണെന്നും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ അദ്ദേഹത്തെ നേരത്തെ വിളിച്ച് പറഞ്ഞത് ഇപ്പോൾ ഇതുപോലെ ആദിൽ എന്ന് പറഞ്ഞൊരു പയ്യൻ ഒരു കഥ പറയാൻ വരും എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു. അദ്ദേഹം വളരെ കാര്യമായിട്ട് സ്വീകരിച്ചു. ജ്യൂസൊക്കെ കൊണ്ട് തന്നു. ഒരു ഫ്രണ്ടിനോട് എങ്ങനെ സംസാരിക്കും, കുറച്ച് വർഷങ്ങൾ കൊണ്ട് പരിചയമുള്ള ഒരു ഫ്രണ്ടിനോട് എങ്ങനെ സംസാരിക്കും, അത്രയും സ്നേഹത്തോടു കൂടി സംസാരിച്ചു. അദ്ദേഹത്തിനോട് കഥ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രോ നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അകത്ത് പോയിട്ട് വേറൊരു ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു. എന്നിട്ട് ഞങ്ങളൊരു സെൽഫി എടുത്തു. സോ അതാണ് ഞാൻ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന ഒരേ ഒരു സെൽഫി. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു സെൽഫി ചോദിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ മുഖത്തേക്കെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നൊരു സെൽഫി എടുത്തോട്ടെ ചോദിക്കാം. ഇപ്പോൾ അദ്ദേഹം നമുക്ക് മുഖം തരാൻ നിൽക്കുകയാണ്, പെട്ടെന്ന് ഇങ്ങനെ കണ്ടിട്ട് കണ്ണൊക്കെ വെട്ടിച്ച് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മളുമായിട്ടൊൊരു ഇൻട്രാക്ഷൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കുകയും പിന്നെ ചെന്ന് സെൽഫിയൊക്കെ ചോദിച്ച് നാണം കിടാതിരിക്കുകയും ചെയ്യുക. ഇനി നടന്മാരുടെ കേസിലേക്ക് വരാം. പൃഥ്വിരാജ് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നടന്മാരുടെ കേസിലേക്ക് വരുമ്പോൾ നടന്മാരല്ല ആരും ആയിക്കോട്ടെ, ഒരാളോട് പെരുമാറുന്നതിന് ഒരു മിനിമം മര്യാദ നമ്മൾ കാണിക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഫെയിം വരുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ കുറച്ചുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ കുറച്ചുകൂടെ ഒരു മയത്വമൊക്കെ പ്രതീക്ഷിക്കും. അദ്ദേഹം നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ കാണുന്നുണ്ട്. ഒരുപെട്ട മലയാളം തമിഴ് സിനിമയിലെ മിക്ക സ്റ്റാർസും വളരെ പൊളൈറ്റായിട്ട് പെരുമാറുന്ന ആളുകളാണ് ഞാൻ അറിഞ്ഞിടത്തോളം. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അങ്ങനെ ഹാഷായിട്ടൊക്കെ പെരുമാറുന്ന ആളുകൾ. ഇപ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ, ഇപ്പോൾ അവർക്ക് സെൽഫി എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ, ബ്രോ ക്ഷമിക്കണം ഞാൻ വളരെ ടയർഡാണ്, ഇപ്പോൾ എനിക്ക് പറ്റില്ല എന്നൊരു വാക്ക് പറയാം. അല്ലാതെ അയാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അയാളുടെ ജീവിതകാലം മുഴുവൻ ഇനി ആ ഒരു നടന്റെ പേര് കേൾക്കുമ്പോൾ അയാൾക്ക് ഓർമ്മ വരുന്ന ഒരു ഇൻസിഡന്റ് ഇതായിരിക്കും. അത്രയും നാളും അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഇമേജ് കംപ്ലീറ്റ് അവിടെ കൊണ്ട് കഴിഞ്ഞുപോയി. സോ ഞാൻ പറയുന്നത്, നമ്മൾ സെലിബ്രിറ്റി ആയിക്കോട്ടെ, നമ്മളിപ്പം ഇന്ത്യൻ പ്രസിഡന്റ് ആരായിക്കോട്ടെ, ഒരാളോട് പെരുമാറുമ്പോൾ ഒരു മിനിമം മര്യാദയിൽ ആദ്യം പെരുമാറാം.
പിന്നെ അത് കഴിഞ്ഞുള്ള നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള അനുസരിച്ച് പെരുമാറിയാൽ മതി. ഇപ്പം നമ്മളൊരാളോട് മര്യാദയ്ക്ക് പെരുമാറി അയാൾ തിരിച്ച് നമ്മളെ തെറി വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ തല്ലുകയാണെങ്കിൽ ആ തെറിയും കേട്ട് അല്ലെങ്കിൽ ആ തല്ലും കൊണ്ട് വീട്ടിൽ പോകാൻ നമ്മളാരും ഗാന്ധിജിയോ നമ്മളാരും യേശുക്രിസ്തു ഒന്നുമല്ല. നമ്മളൊക്കെ വെറും മനുഷ്യരാണ്. അപ്പോൾ ആദ്യം ഒരാളോട് മര്യാദയ്ക്ക് പെരുമാറുക, അയാളുടെ റെസ്പോൺസ് നോക്കിയിട്ട് അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ പൊളൈറ്റ് ആയിട്ടാണ് സാർ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചത്. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൽഫി എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ എങ്ങോട്ടേലൊക്കെ നോക്കിയിരിക്കുമ്പോൾ സെൽഫി എടുക്കുന്നതൊന്നും നിങ്ങൾ ഒരു മനുഷ്യനായിട്ട് ആലോചിച്ച് നോക്കി നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല. പല ആളുകളും പല സ്വഭാവമുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ബ്രോ സോറി ഇപ്പം ഞാൻ അങ്ങനെ ഒരു മൈൻഡിലല്ല, ഞങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ എടുക്കാം എന്ന് പറയാം. അതിന് പകരം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് തീർച്ചയായിട്ടും ആളുകളെ ഹേർട്ട് ചെയ്യും. ഈ ഒരു സബ്ജക്ട് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യങ്ങൾ ആലോചിച്ചത്. സ്ഥിരമായിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ കുറേ ആളുകൾ ഒന്ന് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ടോ, ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ടോ. അപ്പോൾ അതിനുള്ളൊരു മറുപടിയും കൂടി ഈ വീഡിയോയിൽ പറയാം. ഒന്നാമത്തെ കാര്യം, ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്നുള്ളതാണ്. എനിക്ക് തീരെ, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന സമയം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. വളരെ എക്സ്പോഷർ കുറഞ്ഞ് എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. 24 hours ക്യാമറ ഉള്ള, അല്ലെങ്കിൽ 24 hours ഒരു 10-12 പരിചയമില്ലാത്ത 10-12 പേരുമായിട്ടൊക്കെ നിൽക്കുന്നൊരു സ്ഥലത്തൊക്കെ എന്നെക്കൊണ്ട് ഈ ജന്മത്തിൽ നടക്കാത്തൊരു കാര്യമാണ്. എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ കുറച്ച് ഹോം സിക്ക് ആയിട്ടുള്ള ആളാണ്. ഞാൻ എവിടെയെങ്കിലും പോയാലും മാക്സിമം 1-2 ദിവസത്തിൽ കറങ്ങി തിരിഞ്ഞ് വീട്ടിൽ തന്നെ വരാൻ നോക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ വീടാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. എൻ്റെ ഫാമിലിയായിട്ട് സമയം ചെലവഴിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. സോ ഒരിക്കലും ബിഗ് ബോസ് പോലുള്ളൊരു ഷോയിലൊന്നും എന്നെ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഇനിയിപ്പോൾ നാളെ മറ്റെന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ബിഗ് ബോസ് ഷോയുടെ രീതികൾ മാറ്റുക, അതിൻ്റെ ക്രൈറ്റീരിയ മാറ്റുക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി എൻ്റെ ഓർമ്മകളൊക്കെ നശിച്ചു പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് ഇന്നത്തെ കാര്യം പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ, ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒരിക്കലും ബിഗ് ബോസ് പോലൊരു ഷോയിൽ എന്നെ പ്രതീക്ഷിക്കേണ്ട, അത് ഒരിക്കലും ഉണ്ടാവില്ല. സോ ഇത്രയൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 10-11 മണിയാകുമ്പോൾ കിടന്നുറങ്ങുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു 11 മണി അടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഐ എം ആദിൽ ഹുസൈൻ സൈനിങ് ഓഫ്.